നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മനുഷ്യജീവിതം സന്തോഷവും സങ്കടവും മാറി മാറി വരുന്ന ഒന്നാണ്. ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞ ഒരു നല്ല കാലം നിങ്ങളെ തേടിയെത്തുന്നതിന് മുൻപായി പ്രകൃതിയോ ഈശ്വരനോ ചില സൂചനകൾ നമുക്ക് നൽകാറുണ്ട്. ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും വരാൻ പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണിവ. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടുത്ത നിരാശയോ സങ്കടമോ നിറഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളോ ആ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ഓർക്കുക, സമയം എന്നത് ഒരു ചക്രം പോലെയാണ്. അതെപ്പോഴും ഒരുപോലെ നിലനിൽക്കില്ല. ഇരുട്ടിന് ശേഷം വെളിച്ചം വരുന്നത് പോലെ മോശം സമയത്തിന് ശേഷം തീർച്ചയായും ഒരു നല്ല കാലം വരും. ഈ സുവർണകാലം തുടങ്ങുന്നതിന് മുൻപായി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 7 സൂചനകൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ് പുലർച്ചെ കൃത്യസമയത്ത് ഉറക്കമുണരുന്നത്. പലർക്കും അലാറം വെക്കാതെ തന്നെ പെട്ടെന്ന് ഉറക്കമുണരുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയത്ത് നിങ്ങൾ പതിവായി ഉറക്കം ഉണരുന്നുണ്ടെങ്കിൽ അത് ദൈവികമായ ഒരു സൂചനയായി കണക്കാക്കാം. ഈ സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ശുഭസൂചനയാകുന്നത്? പ്രപഞ്ചം നിങ്ങളെ പുതിയൊരു കാര്യത്തിനായി ഉണർത്തുകയാണ് എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഇതുവരെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്നവർക്ക് ജീവിതത്തിൽ ശരിയായ ദിശ കണ്ടെത്താൻ ഈ മാറ്റത്തിലൂടെ സാധിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് മനസ്സിന് കൂടുതൽ തെളിച്ചവും ആത്മവിശ്വാസവും നൽകും. ഈ മാറ്റം നിങ്ങളുടെ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ്. ചുരുക്കത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണിത്. ഈ സമയം പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരും. ചില സമയങ്ങളിൽ പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു ആശ്വാസമോ സന്തോഷമോ അനുഭവപ്പെടാറുണ്ട്. പുറമേ സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വന്നില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഊർജം നിറയുന്ന ഈ അവസ്ഥ നല്ല കാലം വരുന്നതിൻ്റെ വലിയൊരു ലക്ഷണമാണ്. നിങ്ങൾ ഒരുപാട് കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളുടെ മനസ്സിൽ വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ പ്രതിഫലനം മുൻകൂട്ടി നൽകുന്നതാണിത്. എപ്പോഴും ഉത്കണ്ഠയും ടെൻഷനും അനുഭവിച്ചിരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിന് ഒരു ശാന്തത ലഭിക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തിന്റെ മുന്നോടിയാണ്. ഈ സന്തോഷം നിങ്ങളുടെ പ്രവൃത്തികളിൽ കൂടുതൽ ഉന്മേഷം കൊണ്ടുവരും. ആത്മവിശ്വാസം കൂടുന്നതിലൂടെ ജോലിയിൽ ഉന്മേഷവും തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ മനസ്സ് സന്തോഷമായിരിക്കുക എന്നത് ഐശ്വര്യം പടിവാതിക്കലെത്തി നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വരാനിരിക്കുന്ന ആ നല്ല നിമിഷങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറെടുക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളും വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ച് നമ്മളോട് സംവദിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ പശുക്കളോ പക്ഷികളോ പതിവായി വരുന്നത് കേവലം ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് അത് ഐശ്വര്യത്തിന്റെ വലിയൊരു അടയാളമാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പശുവിൽ 33 കോടി ദേവകളുടെയും സാന്നിധ്യമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നിങ്ങളുടെ വീടിന്റെ പടിക്കൽ ഒരു പശു ദിവസവും വരികയോ ഭക്ഷണത്തിനായി ശബ്ദമുണ്ടാക്കി വിളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരുന്നു എന്നാണ് അർത്ഥം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. പക്ഷികൾ സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രമേ കൂടുകൂട്ടാറുള്ളൂ. നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തോ
പരിസരത്തോ പക്ഷികൾ കൂട് കൂട്ടുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അതിന്റെ സൂചന. ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ പോകുന്നതിന്റെ വലിയൊരു ലക്ഷണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷികളുടെ ഇമ്പമുള്ള ശബ്ദം കേൾക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. പക്ഷികളുടെ ശബ്ദം നിങ്ങളുടെ വീടിന് ചുറ്റും വർദ്ധിക്കുന്നത് വരാനിരിക്കുന്ന ശുഭവാർത്തകളെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, നിഷ്കളങ്കരായ ഈ ജീവജാലങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വീട്ടിലെ ദോഷങ്ങൾ അകലുന്നു എന്നതിന്റെയും വരാനിരിക്കുന്നത് ഐശ്വര്യപൂർണമായ നാളുകളാണെന്നതിന്റെയും തെളിവുകളാണ്. കുട്ടികളിൽ ദൈവത്തെ കാണാം എന്ന് നമ്മൾ പറയാറുണ്ട്. കൊച്ചുകുട്ടികൾ നിഷ്കളങ്കരാണ്. അവരുടെ മനസ്സിൽ കപടതകളില്ല. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചുകുട്ടി നിങ്ങളോട് കാണിക്കുന്ന പ്രത്യേക അടുപ്പം വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. കുട്ടികളിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. വഴിയിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ഒരു കൊച്ചുകുട്ടി നിങ്ങളെ നോക്കി പെട്ടെന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമായി കരുതാം. സംസാരിക്കാൻ തുടങ്ങിയ ഒരു കുട്ടി നിങ്ങളോട് പെട്ടെന്ന് വന്ന് വളരെ നല്ല കാര്യങ്ങൾ പറയുകയോ നിങ്ങളെ പ്രശംസിക്കുകയോ ചെയ്യുന്നത് വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യത്തിന്റെ സൂചനയാണ്. കുട്ടികളുടെ വാക്കുകൾ പലപ്പോഴും ഫലിക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. കൊച്ചുകുട്ടികൾക്ക് നല്ല ഊർജത്തെ തിരിച്ചറിയുവാനുള്ള കഴിവുണ്ട്. അവർ നിങ്ങളിലേക്ക് അടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ്. ചുരുക്കത്തിൽ, നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ പുഞ്ചിരി നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ മോശം സമയത്തിന് അറുതി വരാറായി എന്ന പ്രപഞ്ചത്തിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഉറക്കത്തിൽ ഓം എന്ന മന്ത്രോച്ചാരണമോ മറ്റ് ദൈവീക മന്ത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മണിനാദം, ശംഖനാദം എന്നിവയോ കേൾക്കുന്നത് വെറുമൊരു സ്വപ്നമല്ല. ആത്മീയ ശാസ്ത്രമനുസരിച്ച് ഇത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു പോസിറ്റീവ് ഊർജം കടന്നു വരുന്നതിന്റെ സൂചനയാണിത്. ഇത്തരം വിശുദ്ധ ശബ്ദങ്ങൾ സ്വപ്നത്തിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് ഈശ്വരന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭയങ്ങളിൽ നിന്നോ നെഗറ്റീവ് ചിന്തകളിൽ നിന്നോ മോചനം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു എന്നും ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നും ഇത് അർത്ഥമാക്കുന്നു. സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത്തരം സ്വപ്നങ്ങൾ വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറി വിജയത്തിലേക്ക് എത്തും എന്നതിന്റെ മുന്നോടിയാണിത്. ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി മാറി ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ പോകുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ചുരുക്കത്തിൽ, ഇത്തരം ശബ്ദങ്ങൾ സ്വപ്നത്തിൽ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതം ശരിയായ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയോ കടക്കെണിയിലൂടെയോ കടന്നുപോകുന്ന ഒരാൾക്ക് അത് നൽകുന്ന മാനസിക വിഷമം വിവരിക്കാനാവില്ല. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി മോചനം ലഭിക്കുകയോ കടം വീട്ടാനുള്ള പുതിയ വഴികൾ തെളിയുകയോ ചെയ്യുന്നത് വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കാറായെന്നും ജീവിതത്തിൽ ഐശ്വര്യം വരാൻ പോകുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒന്നാണിത്. ദീർഘകാലമായി നിങ്ങളുടെ വരുമാനത്തെ തടസ്സപ്പെടുത്തിയിരുന്ന നെഗറ്റീവ് ഊർജം മാറിപ്പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മുടങ്ങിക്കിടന്ന ശമ്പളമോ ബിസിനസ്സിലെ ലാഭമോ അല്ലെങ്കിൽ തിരികെ ലഭിക്കില്ലെന്ന് കരുതിയ പണമോ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ തുടങ്ങും. വെറുതെ പണം വരുന്നു എന്ന് മാത്രമല്ല, വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പുതിയ ജോലി സാധ്യതകളോ ബിസിനസ് ആശയങ്ങളോ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇത് കടബാധ്യതകൾ വേഗത്തിൽ തീർക്കാൻ നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. മനസ്സ് ശാന്തമാകുന്നതോടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരികെ വരികയും ചെയ്യും. ചുരുക്കത്തിൽ, കടങ്ങൾ മാറി ധനസൗഭാഗ്യം വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തിന്റെ തുടക്കമായി കണക്കാക്കാം.
നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ അപ്രതീക്ഷിതമായി തുടിക്കുന്നത് വരാനിരിക്കുന്ന ചില മാറ്റങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് നൽകുന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ് എന്നതാണ് ഇതിലെ പ്രത്യേകത. പുരുഷന്മാരുടെ ശരീരത്തിന്റെ വലതുഭാഗത്തുള്ള അവയവങ്ങൾ തുടിക്കുന്നത്, ഉദാഹരണത്തിന് വലത് കണ്ണ്, വലത് ഉള്ളംകൈ അല്ലെങ്കിൽ വലത് തോൾ എന്നിവ അതീവ ശുഭകരമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും സമൂഹത്തിൽ നിങ്ങളുടെ ആദരവ് വർദ്ധിക്കാനും ഇത് കാരണമാകും. നിങ്ങളുടെ ശക്തിയും സ്വാധീനവും വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത്. സാമ്പത്തികമായ നേട്ടങ്ങൾ വരാനിരിക്കുന്നതിന്റെയും ലക്ഷണമായും ഇതിനെ കാണുന്നു. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മാനസിക കരുത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് ഇത് അർത്ഥമാക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തുള്ള അവയവങ്ങൾ തുടിക്കുന്നതാണ് ഭാഗ്യമായി കരുതപ്പെടുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്നതിന്റെ ലക്ഷണമാണിത്. ഏറെ നാളായി കാത്തിരിക്കുന്ന നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്താൻ ഇത് കാരണമാകും. പുതിയ അവസരങ്ങൾ ലഭിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാനോ ഉള്ള സാധ്യതയെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെയും ഭാഗ്യത്തിന്റെയും സൂചനകൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ എങ്കിൽ അത് വലിയൊരു ഈശ്വരാനുഗ്രഹമായി കരുതുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത്തരം ശുഭലക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തോടൊപ്പം നമ്മുടെ കഠിനാധ്വാനവും നല്ല ചിന്തകളും കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈവരുന്നത്. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്? അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.